ഡോക്ടർ, പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ പൈൽസിന്റെ പ്രൊസീജിയേഴ്സ് തീർന്നാൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുമോ, അല്ലെങ്കിൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറുമോ? ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പൈൽസിന്റെ ഒറ്റ ദിവസം കൊണ്ട് മാറുമോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കൊരു മാജിക് ഒന്നും നമുക്കിതിന് ചെയ്യാനില്ലല്ലോ. നമുക്ക് പ്രൊസീജിയർ ഒറ്റ ദിവസം ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ അത് കംപ്ലീറ്റ് ഹീൽ ആവാൻ ഒരു 7 ഡേയ്സോളം എടുക്കും. നിങ്ങൾക്ക് അത്രയും ദിവസം ബെഡ് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ടി വരില്ല. നിങ്ങളുടെ ജീവിതശൈലി അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഹെവി ആയിട്ടുള്ള വർക്കുകൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇത് വീണ്ടും വീണ്ടും വരുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത് ക്ഷാരകർമ്മം, ക്ഷാരസൂത്രം അങ്ങനെയുള്ള പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ക്ഷാരം എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെഡിസിനാണ്. അതൊരു മിനിമൽ ഇൻവേസീവ് എന്ന് പറയും. അതായത് നമുക്ക് അധികം ടിഷ്യൂസിനെ ഒന്നും ഡാമേജ് വരുത്താതെ, ആ ഒരു ഭാഗത്തിന് അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാതെ, മുറിവോ ബ്ലീഡിങ്ങോ ഉണ്ടാക്കാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ക്ഷാരസൂത്രം എന്ന് പറയുന്നത്. ക്ഷാരകർമ്മം എന്ന് പറയുന്നത് കരിച്ചു കളയുന്ന ഒരു പ്രൊസീജിയറാണ് ബേസിക്കലി അത് വരുന്നത്. ക്ഷാരസൂത്രം എന്ന് പറയുന്നത് ഫിസ്റ്റുലയിൽ യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് പക്ഷേ ഫിസ്റ്റുലയുടെ കാര്യത്തിൽ ഏത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും റെക്കറൻസിൻ്റെ സാധ്യത എപ്പോഴും ഉണ്ട്. പക്ഷേ ക്ഷാരസൂത്രം എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് റെക്കറൻസ് ഏറ്റവും മിനിമം ആണ്. അങ്ങനെ റെക്കറൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പാടില്ലാത്തത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം. പക്ഷെ റെക്കറൻസ് പൊതുവെ ഉണ്ടാവാറില്ല. പിന്നെ നമ്മുടെ മോഷൻ അറിയാണ്ട് പോവുക അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ബെനിഫിറ്റ്. നമുക്ക് ഒരുവിധമൊക്കെ റെക്കറൻസ് ഇല്ല എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കാനും കോംപ്ലിക്കേഷൻസ് വരില്ല എന്നുള്ളൊരു ധൈര്യം കൊടുക്കാനും ഈ ഒരു പ്രൊസീജിയർ വഴി സാധിക്കും.